വെൽക്കം ടു ഫ്രണ്ട്സ് മൈ യൂട്യൂബ് ചാനൽ. ഇത് സലാലയിലുള്ള അപ്പ ബീച്ച് എന്ന് പറയുന്ന ബീച്ചാണ്. ബീച്ചിലേക്ക് 2-3 എൻട്രി സ്ഥലങ്ങളുണ്ട്. ഈ നിങ്ങളുടെ മുന്നിൽ കാണുന്ന അവിടെ അങ്ങോട്ട് നോക്കുന്ന സ്ഥലത്ത് കടലാണ്. അവിടെ പോകണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ട് പോകണമെന്നാണ് ഈ കാണുന്ന ഈ വണ്ടി കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് കടലാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിവിടുത്തെ പഴയ ഒരു പള്ളിയാണ്. ഈ മാർക്കറ്റ് പഴയ മാർക്കറ്റായിരുന്നു. അതിനെയെല്ലാം പൊളിച്ച് ഇപ്പോൾ പുതിയ മാർക്കറ്റാക്കിയിരിക്കുകയാണ്. ഖരീഫ് ടൈമിൽ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ കടകളിൽ ഇരുന്നു കൊണ്ട് ഫുഡും കഴിച്ച് കടലിൻ്റെ കാറ്റും കൊണ്ട് അടിപൊളിയായിട്ടാണ് ഇവിടെ ഈ ബീച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ആളുകളാണ് ഖരീഫ് സീസണിൽ ഇവിടെ വരുന്നത്. ഇവിടെ അടിപൊളി കെട്ടിടങ്ങളും, ഇവിടെ പണ്ട് നമ്മുടെ മണ്ണുകൊണ്ട് നാടൻ സ്റ്റൈലിലുള്ള വീടുകളായിരുന്നു. അതിനെ എല്ലാവരും വേറെ സ്ഥലങ്ങളിലേക്കാക്കി ഇപ്പോൾ അടിപൊളി കടകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ കാഴ്ച കാണാൻ എന്ത് രസമാണ്. ഇവിടുത്തെ ടെലിഫോൺ ടവറാണിത് കാണുന്നത്. ഒരേ ഹോട്ടലുകളും കാര്യങ്ങളുമാണ്. സ്വദേശികളെയും വിദേശികളെയും ആകർഷിക്കാൻ വേണ്ടി അടിപൊളി ഹോട്ടലുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. സഞ്ചാരികൾക്കും ടൂറിസ്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാനും പിന്നെ ഫുഡുകൾ കഴിക്കാനും ഒക്കെയുള്ള അടിപൊളി റെസ്റ്റോറൻറ്റുകളും കടൽക്കാറ്റ് കൊള്ളാനും എല്ലാം അടിപൊളി സ്ഥലമാണിത്. ഒമാനികളും സ്വദേശികളും പിന്നെ വിദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ ആയിരങ്ങളാണ് വരുന്നത് ഇവിടെ. ഇതൊരു ഭയങ്കര മാർക്കറ്റാണ് ഇപ്പം അപ്പ ബീച്ച് എന്ന് പറയും. അപ്പ ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഡിസൈനാണിത് ചെയ്തു വച്ചിരിക്കുന്നത്. ഈ ഖരീഫ് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ആൾ കുറവാണ്. നമ്മുടെ നാടൻ തെങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. നാട് സൈസ് ഉണക്ക്. മറ്റേ ഇവിടെ മൊത്തവും ആൾക്കാരെ കൊണ്ട് നിറയുമായിരുന്നു. ഇപ്പോൾ ഖരീഫ് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ആളുകൾ ആരുമില്ല. അതുകൊണ്ട് ഇവരെ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഇവർ. മറ്റേ ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. ഇത്
ഊത്, നമ്മുടെ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന സ്ഥലമായിരുന്നു. ആ കടകളെല്ലാം കാലിയായിരിക്കുകയാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് ഒമാനീസ് ലേഡീസും പിന്നെ ജെയിൻസും ഒക്കെ കടകളായിരുന്നു ഇത് വിൽക്കുന്ന. ഏറ്റവും കൂടുതൽ കുന്തിരിക്കം, അവരുടെ വാള്, അവരുടെ പൈതൃകമായുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ഖരീഫ് കഴിഞ്ഞതുകൊണ്ട് കടകളെല്ലാം കാലിയാണ്. ഇനിയിപ്പം നമ്മൾ സമുദ്രത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ ഒമാനികളാണ് ഇവിടുത്തെ ഒമാനീസുകളാണ് ഇത് മൊത്തം വണ്ടികളിലായിട്ടുള്ളത്. ഇഷ്ടം പോണക്ക് ആൾക്കാരാണ് വന്ന് രാത്രി മൊത്തം കറങ്ങുന്നത്. നിങ്ങളുടെ അടുത്ത് ബീച്ചെന്ന് പറഞ്ഞുകൊണ്ട് ബീച്ച് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ തിരയടിച്ച് കയറി വരുന്നത്. ബീച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ വന്നത്. വേലിയേറ്റവും വേലിയിറക്കവും രണ്ടുമുണ്ട്. അവിടെ തിര കയറി വരുന്ന തിരക്കുമാണ്. നമ്മുടെ നാട്ടിലത്രയും തിരയില്ലെങ്കിലും ആവശ്യത്തിനുള്ള തിരയുണ്ട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആപ്പ മാർക്കറ്റ്, ബീച്ചിനോട് ചേർന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ബെൽ ബട്ടണും അമർത്തുക. അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ സലാല ഷിപ്പ് യാർഡ്. അതിൻ്റെയാണ് ഈ വട്ടം കാണുന്നത്, ഷിപ്പ് യാർഡ്. കടലിൽ കപ്പലുകൾ കിടക്കുന്നതാണ് ഈ കാണുന്നത് വട്ടം.